നമസ്കാരം. ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടെ തന്നെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ്. എല്ലാവർക്കും യോഗ ദിന ആശംസകൾ. ഇന്ന് ലോകം മുഴുവൻ ഇൻ്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ജൂൺ 21 എല്ലാ വർഷവും യോഗാ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. യോഗ ഉടലെടുത്തത് ഭാരതത്തിലാണെങ്കിലും ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ച ഒരു ആരോഗ്യശാസ്ത്രമാണ് യോഗ. ആരോഗ്യ കൗമുദിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് യോഗാസനാസ് ഇതുവരെ പരിചയപ്പെട്ടു കഴിഞ്ഞു. വരും എപ്പിസോഡുകളിൽ ധാരാളം യോഗാസനങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റുള്ള ധാരാളം യോഗാസനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു മൂവ്മെൻ്റാണ് മലർന്നു കിടന്നുകൊണ്ട് കാലുകൾ ഉയർത്തുന്നത്. കാലുകൾ ഒരുമിച്ച് ചേർത്ത് കാൽമുട്ടുകൾ മടക്കാതെ 60 ഡിഗ്രി ഉയർത്താം. കാൽവിരലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മലർന്നു കിടന്നുകൊണ്ട് നമ്മൾ ഉത്ഥാന പാദാസനം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പരിചയപ്പെടാം. 60 ഡിഗ്രി കാലുകൾ ഉയർത്തി ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റാണ്. നമുക്കറിയാം, ലോ ബാക്ക് ഏക്ക് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതായത് നിന്നുകൊണ്ടുള്ള ജോലി ചെയ്യുന്നവർ, കണ്ടിന്യൂസ് സിറ്റിംഗ് ജോബ്, ആരുമായിക്കോട്ടെ, ലോവർ ബാക്ക് ഏക്ക്, നമ്മുടെ തണ്ടലിന് താഴ്ഭാഗത്തുള്ള പെയിൻ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിൽ ഫിസിയോതെറാപ്പി മുതൽ ഏതൊരു എക്സസൈസ് എടുത്തു നോക്കിയാലും നമുക്കറിയാം, മലർന്നു കിടന്നുകൊണ്ട് കാലുയർത്തുന്നത് ഇതിനുള്ള ഒരു പ്രതിവിധിയാണ്. അതായത് നമ്മുടെ ലോവർ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു മൂവ്മെൻ്റാണ് മലർന്നു കിടന്നുകൊണ്ട് കാലുകൾ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിലെ അമിതവണ്ണം കുറയ്ക്കാൻ ഉപകരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല, നമുക്കൊരു ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി മലർന്നു കിടക്കാം. കാലുകൾ ചേർത്ത് വെച്ച് സാവധാനം മാറ്റിൽ മലർന്നു കിടക്കാം. കാലുകൾ ഒരുമിച്ച് ചേർത്ത് കാൽമുട്ടുകൾ മടക്കാതെ 60 ഡിഗ്രി ഉയർത്താം. കാൽവിരലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതിനുശേഷം രണ്ട് കാലുകളും പരസ്പരം അകത്താം. നന്നായി കാലുകൾ തമ്മിലുള്ള അകലം കൂട്ടാം. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരാം. ദെൻ ലെഫ്റ്റ് ലെഗ് താഴേക്ക് കൊണ്ടുവരാം. 45 ഡിഗ്രി ഡൗൺ. ദെൻ ബാക്ക്. റൈറ്റ് ലെഗ് 45 ഡിഗ്രി ഡൗൺ. Then back. Again separate your legs maximum, keeping your knees straight. Okay, then back to the starting position 60 degree. പതുക്കെ താഴേക്ക് കാലുകൾ കൊണ്ടുവരാം. റിലാക്സ്. മലർന്നു കിടന്നുകൊണ്ട് 60 ഡിഗ്രി കാലുകൾ ഉയർത്തി ചെയ്യാൻ സാധിക്കാത്തവർ ഒരു 45 ഡിഗ്രിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി മെയിൻറ്റെയിൻ. ഓരോരുത്തരുടെയും ആ ഒരു സ്പൈനൽ ഒരു പ്രോബ്ലം അനുസരിച്ച് ആ ഡിഗ്രി ഉയർത്താനുള്ള കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും. ചിലവർക്ക് അത് 45 ഡിഗ്രി ആയിരിക്കും കംഫർട്ട്, ആ രീതിയിൽ ചെയ്യാം. ചിലവർക്ക് 60 ഡിഗ്രി ആയിരിക്കാം കംഫർട്ട്, ആ രീതിയിൽ. അല്ലെങ്കിൽ 90 ഡിഗ്രി. ഈ 3 പൊസിഷനും നമുക്ക് ഇതിനായിട്ട് തിരഞ്ഞെടുക്കാം.
അതിനുശേഷം ഞാൻ കാണിച്ച രീതിയിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് 3 മുതൽ 5 തവണ വരെ ഒരു ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യാം. തുടർച്ചേനയുള്ള ഒരു പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്പൈനൽ മസിൽസ് സ്ട്രോങ് ആവുന്നതിനും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിംറ്റംസ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ബാഡ് എഫക്റ്റിനെ നമുക്ക് ദൂരീകരിക്കാനും സഹായിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി പരിചയപ്പെടുന്നവരെ നന്ദി, നമസ്കാരം.